യെസ്, ഞാൻ സുനിലേക്ക് വരാം. UDF കൺവീനർ അടൂർ പ്രകാശ് ചേരുന്നുണ്ട്. ശ്രീ അടൂർ പ്രകാശ്, ഇവിടെ ഏറ്റവും ഉന്നതനായ, അതായത് CPM-നെ സംബന്ധിച്ചുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിലെ പത്തനംതിട്ടയിലെ നേതാവായ ഒരാളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അത് CPM-നെ സംബന്ധിച്ച് വലിയ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് വലിയ വീഴ്ചയാണ് പാർട്ടിയെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലാവുന്ന അവസ്ഥയിലുമാണുള്ളത്. പക്ഷേ ഈ അറസ്റ്റിനെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ അന്വേഷണം കുറ്റമറ്റതാക്കി പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം. കാരണം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലും അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ തെറ്റുകളെ കുറിച്ചും ഇപ്പോൾ ഒന്നൊന്നായി പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾ ഒരിക്കലും നീതീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇന്ന് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് ഒരിക്കലും ഏത് പ്രസിഡന്റ് ആണെങ്കിലും അതുപോലെ ദേവസ്വം ബോർഡിന്റെ മന്ത്രി ആണെങ്കിലും അവരൊന്നും തന്നെ ചെയ്തു കൂടാത്ത വലിയ തെറ്റാണ് അവരൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത്തരം കാര്യങ്ങൾക്ക് ശക്തമായ നിലപാടാണ് ഞങ്ങൾ നേരത്തെ മുതലേ എടുത്തിട്ടുള്ളത്. ഞങ്ങൾ നേരത്തെ എടുത്ത ഒരു നിലപാട് എന്ന് പറയുന്നത് CBIയുടെ അന്വേഷണം തന്നെ നടക്കണം എന്നുള്ളതായിരുന്നു. അപ്പോഴാണ് കോടതി ഇടപെട്ടുകൊണ്ട് കോടതിയുടെ നിരീക്ഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തും എന്ന് പ്രഖ്യാപിച്ചത്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇത് തേഞ്ഞു മാഞ്ഞു പോകാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് മറ്റൊന്ന്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഈ വിഷയം അവർക്ക് വലിയ വീഴ്ചയുണ്ടാകും, ഇല്ലെങ്കിൽ ഈ വിഷയത്തെ വോട്ടാക്കാം എന്നുള്ളൊരു ലക്ഷ്യം, ഇല്ലെങ്കിൽ അങ്ങനൊരു സൂചന കൂടിയായിട്ട് ഇതിനെ കാണേണ്ടതുണ്ടോ? കാരണം പല സ്ഥലങ്ങളിലും UDF ഏത് തരത്തിലേക്ക്, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ല തന്നെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം എങ്ങനെയായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു റിസൾട്ട്. ഈ വിഷയം കൂടി വെച്ച് നോക്കുമ്പോൾ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ഈ വിഷയം എന്നുള്ളതല്ല. ഇന്ന് LDF ഗവൺമെന്റും അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങളും ജനങ്ങളുടെ മുമ്പിൽ വളരെ പരസ്യമാണ്. അപ്പൊ അത്തരം പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ അത് പുറത്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം UDF-നെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു. UDF-നെ സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിൽ ഞങ്ങൾ ഏറ്റവും വലിയ ഒരു മുന്നേറ്റം കൈവരിക്കാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനു വേണ്ട പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും നിറവേറ്റിക്കൊണ്ട് ഇരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ MP ഗോവിന്ദൻ തൊട്ട് മുമ്പ് സംസാരിച്ചിരുന്നു, താങ്കൾ കേട്ടോന്ന് എനിക്കറിയില്ല. പാർട്ടി ഇതിലെടുത്തിരിക്കുന്ന ഒരു നിലപാടുണ്ട്, തുടക്കം മുതലേ CPM-ന്റെ നിലപാടുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള സഹായമോ ഇല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുമുള്ള സംരക്ഷണമോ നൽകില്ല ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്നൊരു നിലപാട് CPM-നെ സംബന്ധിച്ച് എടുത്തിട്ടുണ്ട്. അത് അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള, അതായത് ഇത്രയും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ അറസ്റ്റ് വരുന്നത് അവരെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാനില്ല, ഇല്ലെങ്കിൽ നിലപാട് തുറന്നു പറയുന്നതിലൂടെ അവർക്കൊരു വിനയാകാനുള്ള സാധ്യതയാണോ താങ്കൾ കൂടുതൽ കാണുന്നത്? MP ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ആരെയും ഞങ്ങൾ സംരക്ഷിക്കില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു അറസ്റ്റ് എന്ന് പറയുന്നത് അത് അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയുള്ള അറസ്റ്റ് എന്ന് മാത്രമാണ്. അപ്പോൾ അതിന്റെ പിന്നിലും എന്തൊക്കെയോ ദുരൂഹതകൾ മറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്.